അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബോണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മധുരമുള്ള ഒരു ബോണ്ട, അത് ഒരു വ്യത്യസ്തമായ ബോണ്ടയാണ്. സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ബോണ്ടയാണല്ലോ സാധാരണ നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ ഈ ബോണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊരു നമ്മുടെ ഉണ്ടംപൊരിയുടെയും ഉണ്ണിയപ്പത്തിൻ്റെയും കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് കമൻറ്റ് ചെയ്യും എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചായക്കട സ്റ്റൈൽ ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പിലും താഴെ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. മധുരം അനുസരിച്ച് നമുക്ക് 1/2 കപ്പ് വരെ ചേർക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ മതി. അതിലേക്കായിട്ട് ഒരു പാളയം കോടൻ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഞ്ചസാരയും പഴവും ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. പഴം ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ടതിന് ശേഷം പഴവും കൂടി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പഴം മതി ഇതിലേക്ക്. ഇതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ പഴം പഞ്ചസാരയും 2 ഏലക്കയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 2 ഏലക്ക മതി കേട്ടോ, ഒരുപാട് ഏലക്കയുടെ ടേസ്റ്റ് വരണ്ട, അതുകൊണ്ടാണ് ഞാൻ 2 ഏലക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ ഏലക്ക ചേർക്കുന്നത് പറയാൻ വിട്ടുപോയി. ഇതിലേക്ക് ഇനി നമ്മുടെ പൊടികൾ ചേർക്കാം. മൈദപ്പൊടി, ഗോതമ്പ് പൊടി, ഒരു പിഞ്ച് ഉപ്പ്, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ പഴത്തിൻ്റെ ആ ഒരു നനവിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണിൽ കൂടി പോരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ടയുടെ മുകൾ ഭാഗം വിട്ട് വരും കേട്ടോ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ലൂസായിട്ടുള്ള പാകത്തിലിരിക്കണം, എന്നാലേ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചു വരുമ്പോൾ ഇൻസൈഡൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. നമുക്കിങ്ങനെ എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പറ്റുന്നതിനേക്കാൾ തൊട്ട് മുന്നേ ഉള്ള ഭാഗം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിനേക്കാൾ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ മധുരം ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ പഞ്ചസാര വീണ്ടും ആഡ് ചെയ്യാം നമ്മൾ കുഴയ്ക്കുമ്പോൾ. ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ചാലേ നന്നായിട്ട് മിക്സ് ആയി വരുള്ളൂ. സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല ഇതിൻ്റെ മിക്സിങ്. ഇതാണ് നമ്മുടെ മിക്സിൻ്റെ പാകം. ഇതുപോലെ വീഴുന്ന പാകത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ വീഴണം നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് അടുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ ഒരു പാകത്തിലായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. മധുരം ചെക്ക് ചെയ്യുക, ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉണ്ട്, നമ്മളൊരു പിഞ്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുണ്ട്. മധുരം കുറവാണെങ്കിൽ മധുരം ഇപ്പോൾ ചേർക്കണം. ലാസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാര ഒന്നും കറക്റ്റായിട്ട് മിക്സ് ആവാതെ കിടക്കും. മധുരവും ആവശ്യത്തിനുണ്ട്. ഇതിനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പൊരിക്കാം. 2-3 മണിക്കൂർ ഇരുന്നെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 2.5 മണിക്കൂറായി. ഇത് കണ്ടോ. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് കൈ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ കൈ ഉപയോഗിച്ചാണ് പൊരിച്ചെടുക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളവും കൂടി അടുപ്പിച്ച് വയ്ക്കുക. വെള്ളത്തിൽ കൈ ഡിപ്പ് ചെയ്തതിന് ശേഷം ഓരോ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇടുക. അടുത്ത ബോൾ എടുക്കുമ്പോഴും കൈ ഡിപ്പ് ചെയ്യുക വെള്ളത്തിൽ. അതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക മാവ്. ഞാനിപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും നോക്കണ്ട, നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നോളും. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ ഈ ഒരു സ്പൂണിലാണ് മാവ് എടുക്കുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. ഇത് വേറൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പൊരിച്ച് കോരി എടുക്കുമ്പോൾ ഷേപ്പൊക്കെ ആയി വന്നോളൂ കേട്ടോ. അടുത്തതും അതുപോലെ തന്നെ. എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോൾ എണ്ണയിലേക്ക് അധികം വെള്ളം വരാതെ നമുക്ക് ആ വെള്ളത്തിൽ കൈ നനയ്ക്കാതെ എളുപ്പത്തിലിടാം. ഇതുപോലെ നമുക്കൊരു 4-5 എണ്ണം ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം. ഒരു 4-5 എണ്ണത്തിൽ കൂടുതൽ ഒരു സമയത്ത് ഇടാതിരിക്കുകയാണ് നല്ലത്. നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇടാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടാവണം ഇതിൽ. അപ്പോൾ ഞാനിപ്പോൾ 4 എണ്ണമാണ് ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ഇതുണ്ടോ, കുക്കായി വരുന്നതനുസരിച്ച് നമ്മുടെ ബോണ്ട ഇതുപോലെ പൊങ്ങി വന്നോളും. പൊങ്ങി വരുമ്പോൾ നമ്മൾ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോണ്ടയുടെ ഇൻസൈഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആവണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം എപ്പോഴും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കുക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ചെറിയ ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ടയാണിത്, ഒട്ടും ക്രിസ്പി അല്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കളറൊക്കെ ഒന്ന് ചേഞ്ചായി, കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ബോണ്ട ഇത് കണ്ടോ, കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ വീണ്ടും കളർ ചേഞ്ചായി വരും. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റാണ്. ഈ ഒരു കളറാകുമ്പോൾ ബാക്കിയുള്ള ബോണ്ടയും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ബോണ്ടയും കളർ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതുണ്ടോ, നമ്മൾ ഇട്ടത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും പൊങ്ങി വന്നപ്പോൾ നല്ല വലിയ വലിപ്പമുള്ള ബോൾസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭയങ്കര കറക്റ്റ് ഷേപ്പായിട്ടുള്ള ബോൾസ് അല്ല, അത് നമ്മൾ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലൂസായിട്ടുള്ള മാവല്ലേ, അതുകൊണ്ട് കറക്റ്റ് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഈ അളവിൽ ഈ 1 കപ്പ് പൊടി കൊണ്ട് ഞാനിപ്പോൾ എടുത്ത സ്പൂണിൻ്റെ അളവിലാണ് എടുക്കുന്നതെങ്കിൽ 10 ബോണ്ട ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടാണ് ബോണ്ടയ്ക്ക്. ചൂടൊക്കെ മാറിയിട്ട് ഞാനിതൊന്ന് 2ആയിട്ട് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബോണ്ട ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. ഒന്ന് കുഴച്ച് വയ്ക്കുക, 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിയുമ്പോൾ പൊരിച്ചെടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഈസി സ്നാക്സ് ഒക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. പാകത്തിന് മധുരമുള്ളൂ, ഓവറായിട്ടുള്ള മധുരവുമില്ല. അപ്പോൾ അത്യാവശ്യം മധുരം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം. മധുരം അത്ര താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങളിതൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അപ്പോൾ ചൂടൊന്ന് കുറഞ്ഞു വരും, അതിനുശേഷം പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോണ്ടയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഇൻസൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സോഫ്റ്റാണ്, ഇത് കണ്ടോ, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, ഒരു പീസ് ഇങ്ങനെ ഇട്ട് നോക്കട്ടെ. നല്ല സോഫ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, എന്തായാലും ടേസ്റ്റാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞില്ല. അതായത് നമ്മുടെ ഉണ്ടം പൊരിക്ക് ഉണ്ണിയപ്പത്തിൽ ഉണ്ടായ ഒരു കുട്ടിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, സംശയിക്കാതെ പറയാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റ് തന്നെയുണ്ട്.
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.